ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 21 മെയ് 2026 മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. 23,800-850 ലെവലുകളിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. അതേസമയം 23,350 ടു 23,400 ലെവലുകളിൽ കൃത്യമായിട്ടുള്ള ബൈയിങ് ലോവർ ലെവലിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സോ ഒരു റേഞ്ച് ബൗണ്ടാണ് മാർക്കറ്റിൽ. ഇൻഡെക്സ് ലെവലുകളിൽ വോളറ്റാലിറ്റി മാർക്കറ്റ് എന്തോ ഒരു കാര്യം ഡിസ്കൗണ്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത് പോലെയാണ്, ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴായിട്ടും ഫീൽ ചെയ്യുന്നത്. ഒന്നുകിൽ അത് ഇറാൻ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കുക എന്നുള്ളതാണ്. പലതരം റൂമറുകൾ മാർക്കറ്റിലുണ്ട്. അത് ഞാനൊരു മറ്റൊരു ഷോർട്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ലെവലുകളാണ്. 22 മെയ് 2026 23,800-850 വളരെ ക്രോസ് ആയിട്ടുള്ള ഹെഡിൽ, വളരെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു ഹെഡിൽ തന്നെയാണ്. അത് കൺസിഡർ ചെയ്താൽ പോലും 24,000 വീണ്ടും ഒരു കീറാമുട്ടിയായിട്ട് മാർക്കറ്റിന് മുന്നിൽ നിൽക്കുന്നു. ഒരു കൺവിക്ഷനോട് കൂടിയുള്ള ഒരു റാലി എന്ന് പറയുന്നത് 24,000 മുകളിൽ മാത്രമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ളത്. അതേസമയം നമുക്ക് ഡൗൺ സൈഡിൽ 23,250 വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ടാണ്. വളരെ ഈ ഒരു അവസരത്തിൽ എന്തായാലും 23,000 താഴെ മാത്രമാണ് മാർക്കറ്റിൽ വലിയൊരു വീക്ക്നെസ് എന്ന് പറയാൻ നമുക്കുള്ളൂ. അതിപ്പോൾ ഒരു വീണ്ടും വാർ തുടങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തലങ്ങളിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ അതുവരെ മാർക്കറ്റ് മീഡിയം ടേമിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് വലിയൊരു സെൽ ഓഫ് വരുന്നു, വീണ്ടും വാർ തുടങ്ങും, വീണ്ടും ഇതുവരെയുള്ള സിഗ്നൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ടെക്നിക്കലി കാണാൻ സാധിക്കുന്നില്ല. 23,000 തന്നെ നമ്മളെ സംബന്ധിച്ചിട്ടൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിൽക്കും. അതിന് താഴെ മാത്രമേ വീക്ക്നെസ് ഉള്ളെങ്കിൽ സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ എടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് 23,425 മുതൽ 23,350 മുതൽ 23,450 വരെയുള്ള 100 പോയിന്റ് റേഞ്ച് വീണ്ടും സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്സൈഡിൽ 23,775 മുതൽ 23,850 വരെ ആദ്യത്തെ റെസിസ്റ്റൻസ് സോണാണ്. 23,850 മുകളിൽ 24,000 വരെയുള്ള സോൺ നമുക്ക് വീണ്ടും ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 52,600 മുതൽ 52,800 ഒരു സപ്പോർട്ട് സോണാണ്. 54,100 മുതൽ 54,400 വരെയുള്ള ഒരു അപ്സൈഡിലാണ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്. മാർക്കറ്റിൽ നാളെ ഏകദേശം 144 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതിൽ ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള ഹിൻഡാൽകോ, സൺഫാർമ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഐഷർ മോട്ടോഴ്സ്, NTPC ഗ്രീൻ, ഇൻഫോ ഹെഡ്ജ്, ടൊറൻറ്റ് ഫാർമ. ഇതിൽ സൺഫാർമയുടെ റിസൾട്ട് പോസിറ്റീവ് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൊറൻറ്റ് ഫാർമ, അതുപോലെ തന്നെ ഇൻഫോ ഹെഡ്ജ് IT സെക്ടറാണ്. ഒരു ഗൈഡൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മിഡ് ക്യാപ്പിൽ കോൾഗേറ്റ്, റാംകോ സിമെൻറ്റ്, നാരായണ ഹൃദയാലയ, അതുപോലെ തന്നെ 3M ഇന്ത്യ. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള GSFC, കൊവൈ മെഡിക്കൽ, മഹീന്ദ്ര സീംലെസ്, സെഞ്ചുറി പ്ലൈവുഡ്, ഗ്രീൻലാൻഡ് ഇൻഡസ്ട്രീസ്, TTK പ്രസ്റ്റീജ്, ജുബിലൻ ലൈഫ്,